തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയും എൻഡിഎക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ ബിഡിജെഎസ് മത്സരിച്ച സീറ്റ് ഇത്തവണ ബിജെപി പിടിച്ചുവാങ്ങിയതായിരുന്നു. ഏകപക്ഷീയമായ ബിജെപിയുടെ ഈ നീക്കം മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയും ബിഡിജെഎസ് നേതാക്കൾക്ക് വലിയ അമർഷവും ഉണ്ടാക്കിയിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നത് കോൺഗ്രസുമായുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഉയരുന്ന ആരോപണം. ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിട്ടില്ലെങ്കിലും മണ്ഡലത്തിൽ പലയിടത്തും എൻഡിഎ സ്ഥാനാർത്ഥിക്ക് താമര ചിഹ്നത്തിൽ വോട്ടഭ്യർത്ഥിച്ച് ചുവരെഴുത്തെഴുതിയിട്ടുണ്ട്. SC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട്, വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ TN സരസു എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. എന്നാൽ കോൺഗ്രസിൽ നിന്നെത്തുന്ന ഒരു പ്രമുഖ നേതാവിന് വേണ്ടി സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണെന്ന സൂചനയും BJP നേതാക്കൾ നൽകുന്നുണ്ട്. അതേസമയം അടുത്ത ദിവസം പാലക്കാട് എത്തുന്ന പ്രധാനമന്ത്രിക്ക് ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും വോട്ടഭ്യർത്ഥിക്കേണ്ടി വരും. സ്ഥാനാർത്ഥിയുടെ പേര് പരാമർശിക്കാതെയാവും മോദി വോട്ടഭ്യർത്ഥിക്കുക. കൈരളി ന്യൂസ്, പാലക്കാട്.